അനശ്വരനായ മഹാകവി വയലാർ രാമവർമ്മ അന്തരിച്ചിട്ട് 50 വർഷം തികയുകയാണ്. ശരിക്കു പറഞ്ഞാൽ വയലാർ രാമവർമ്മ എന്ന ശരീരം മാത്രമേ നമ്മെ വിട്ടുപോയിട്ടുള്ളൂ. ഓരോ ദിവസവും അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നുണ്ട്, നമ്മൾ അദ്ദേഹത്തെ കേൾക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ, അദ്ദേഹത്തിൻ്റെ വർണ്ണഭംഗിയുള്ള പദങ്ങളെ ആസ്വദിക്കുന്നുണ്ട്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പാടിയ ആളാണ് വയലാർ. സ്നേഹമായിരുന്നു അതിന് പ്രധാനം. സ്നേഹത്തിനെതിരായ ഏതു തത്വശാസ്ത്രവും വലുതല്ല എന്നാണ് വയലാർ പാടിയത്. അങ്ങനെ പാടിയ ഒരു കവിയേ ഉള്ളൂ, അത് വയലാർ രാമവർമ്മയാണ്. അതിന് ആയിഷ എന്ന ആദ്യ ഖണ്ഡകാവ്യത്തിന് തന്നെ മുഖവരിയായി എഴുതിയിരിക്കുന്നത് വായനക്കാർക്കുള്ള ഒരു കവിതയാണ്. വായനക്കാരെ വരുന്നു ഞാൻ നമ്മൾക്കൊരായിരം കൂട്ടങ്ങളില്ലേ പറയുവാൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അത്രമാത്രം ജനങ്ങളുമായിട്ട്, അവരുടെ സ്വപ്നങ്ങളുമായിട്ട്, അവരുടെ ദുഃഖങ്ങളുമായിട്ട് ലയിച്ചു ചേർന്ന ഒരു കവിയാണ് വയലാർ രാമവർമ്മ. അദ്ദേഹം കവിയായ ഗാനരചയിതാവാണ്, ഗാനരചയിതാവായ കവിയുമാണ്. ഇതിലാണ് മെച്ചം എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കവിതകൾ വളരെ മനോഹരങ്ങളാണ്, ഗാനങ്ങളും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു സാധാരണ മലയാളിയോട്, അത് ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാത്ത, ആരൊക്കെ പാട്ടെഴുതുന്നു, ആരൊക്കെ സംഗീതം പകരുന്നു എന്നൊന്നും വിശദമായി അറിയാൻ പാടില്ലാത്തൊരു മലയാളിയോട് ഒരു പാട്ട് പറഞ്ഞിട്ട്, ഒരു പാട്ട് പാടിയിട്ട് ഇതാരെഴുതിയാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം അയാൾ പറയും വയലാർ രാമവർമ്മയാണ്. കാരണം നല്ല പാട്ടാണോ അത് വയലാർ എഴുതൂ എന്നൊരു ധാരണ ഒരു നല്ല വിഭാഗം മലയാളികൾക്കുണ്ട്. അത് ശരിയല്ല, പക്ഷേ അത്രമാത്രം വയലാർ അവരുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇത്രയും നല്ല പാട്ടാണ്, ഇത്രയും നല്ല പാട്ട് വയലാർ എഴുതിയ പാട്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ കടന്നുപോയാൽ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും, അതായത് പ്രണയം, ദർശനം, തത്വചിന്ത, വിപ്ലവം, സയൻസ്, ശാസ്ത്രത്തിൻ്റെ വളർച്ച, ഇത്രയധികം ശാസ്ത്രത്തിൻ്റെ വളർച്ചയെ ആദരിച്ച ഒരു കവി വേറെയില്ല. തങ്കത്താഴിക കുടമല്ല, താരാവഹത്തിലെ രഥമല്ല, ചന്ദ്രബിംബം കവികൾ പൂഴ്ത്തിയ സ്വർണ്ണമയൂഹമല്ല എന്ന് പാടിയത് വയലാർ രാമവർമ്മയാണ്. കാരണം മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ സമയത്ത് അദ്ദേഹം പാടി. എന്താണ് ചന്ദ്രൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ചന്ദ്രൻ മനുഷ്യ പൂഴ്ത്തിയ ഒന്നുമില്ല, നിലാവ് പോലിരിക്കുന്നു ചന്ദ്രൻ, മഹാരാജാവിൻ്റെ മുഖം ചന്ദ്രനെ പോലിരിക്കുന്നു എന്നൊന്നും പറയാൻ പാടില്ല. കാരണം അതൊരു ഡെഡ് ലാൻഡാണ്, ഒരു മൃതഭൂമിയാണ് എന്ന് പാട്ടെഴുതിയ ആളാണ് വയലാർ രാമവർമ്മ. അത് അദ്ദേഹം അപ് ടു ഡേറ്റ് ആയിരുന്നു. കാരണം കാലത്തിനൊപ്പം സഞ്ചരിച്ചു, ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രണയഗാനങ്ങൾ അനവധിയാണ്, നമുക്ക് എടുത്തു പറയാൻ ബുദ്ധിമുട്ടാണ്. അനവധി പ്രണയഗാനങ്ങളുണ്ട്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ഭൗതികവാദികളാണ്, ഭൗതികവാദികളെല്ലാവരും നിരീശ്വരവാദികളാണ് എന്നാണ് പൊതുവായ ധാരണ. പക്ഷേ വയലാർ എഴുതിയിട്ടുള്ള അത്രയും ഭക്തിഗാനങ്ങൾ, അത് ഹിന്ദു ഭക്തിഗാനമാണെങ്കിലും ക്രിസ്ത്യൻ ഭക്തിഗാനമാണെങ്കിലും വേറെ അധികം കവികൾ എഴുതിയിട്ടില്ല. അപ്പോൾ ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമപുലരിയിൽ അഭിഷേകം, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്നുള്ള പാട്ട്, ഇത് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, അങ്ങനെ ബ്രഹ്മനന്ദിനി, സരസ്വതി, സ്വർഗപുത്രി, നവരാത്രി, ഇങ്ങനെ എത്ര ഹിന്ദു ഭക്തിഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ അനവധി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നുവെങ്കിലും ഏത് വിഷയത്തെക്കുറിച്ചും അദ്ദേഹത്തിന് എഴുതാൻ കഴിയുമായിരുന്നു. സന്ദർഭത്തിനനുസരിച്ച് പാട്ടെഴുതുമ്പോൾ അദ്ദേഹം ആശയത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് നമുക്ക് തോന്നും. അത് കവിയുടെ മഹത്വമാണ്. അനവധി പാട്ടുകൾ എനിക്ക് ആദ്യമായിട്ട് വയലാർ മലയാള സിനിമയ്ക്ക് വേണ്ടി എഴുതിയ പാട്ട് വരെ ഓർമ്മയുണ്ട്. മലയാള സിനിമയ്ക്ക് വേണ്ടി, മലയാള നാടകത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് പാട്ട് എഴുതി ഹിറ്റായതിന് ശേഷമാണ് സിനിമയിൽ വന്നത്. അപ്പോൾ കൂടപ്പിറപ്പ് എന്ന സിനിമയിൽ 1956, അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ്, 1956 പുറത്തു വന്ന കൂടപ്പിറപ്പ് എന്ന സിനിമയിൽ, അത് JD തോട്ടാലാണ് സംവിധാനം ചെയ്തത്. ആ പാട്ടിൽ ശാന്താപ്പി നായർ പാടിയ ഒരു പാട്ടുണ്ട്. തുമ്പി തുമ്പി വാ തുമ്പത്തണലിൽ വാ തുമ്പത്തണലിൽ വാ. ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യ പടത്തിലെ പാട്ടാണ്.
അദ്ദേഹം ദേവരാജ മാഷുമായിട്ട് ഒരുമിക്കുന്ന ആദ്യ ചിത്രം ചതുരംഗമാണ്. ഈ ചതുരംഗം എന്ന ചിത്രം സംവിധാനം ചെയ്തതും കൂടപ്പുറമ്പ് സംവിധാനം JD തോട്ടാനാണ്. ആ ചതുരംഗത്തിലെ ഒരു പാട്ട് ഉണ്ട്. അത് അദ്ദേഹം ആദ്യത്തെ പാട്ട് ഏതാണെന്ന് ഒരിക്കൽ ഞാൻ ദേവരാജ മാസ്റ്റർ ചോദിച്ചു. വയലാറും ദേവരാജ മാസ്റ്ററും ചേർന്ന് സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ആദ്യത്തെ പാട്ടാണെന്ന് ചോദിച്ചപ്പോൾ ദേവരാജ മാസ്റ്റർ പറഞ്ഞതാണ്. അതുകൊണ്ട് ശരി ഉത്തരവാണ്. വസന്തരാവിൻ്റെ വാതിൽ തുറന്നു വരും വാടാമലർ കിളിയേ കിളിയേ വാടാമലർ കിളിയേ, ഇന്നെൻ്റെ മനസ്സിൻ്റെ ചാരത്തു വന്നിരുന്നു കൂടൊന്നു കൂട്ടിയല്ലോ. ഇതാണ് വയലാറും ദേവരാജനും കൂടെ ആദ്യമായി മലയാള സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ട്. പക്ഷെ അതിനു മുമ്പ് LPR ഉമ്മയായിട്ട് ചേർന്ന അനവധി നാടകഗാനങ്ങൾ, പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കുമ്പ്. അപ്പം ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് ഞങ്ങളുടെയൊക്കെ ഒരു ആവേശമായിരുന്നു വയലാർ രാമവർമ്മ, വയലാറിൻ്റെ പാട്ടുകൾക്ക്, വയലാറിൻ്റെ പ്രഭാഷണം കേൾക്കുക. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനോട് അടുപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം, ഞാൻ ആലപ്പുഴ ST കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പ്രസിദ്ധീകരിച്ച എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം ഒരു കവിയും കുറേ മാലാഖമാരും, അതിന് അവതാരം ചെയ്തത് വയലാർ രാമവർമ്മയാണ്. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയതും ഞാനന്ന് BSc പഠിക്കുകയാണ്. വീട്ടിൽ പോയതും കവിത എഴുതാൻ പാട്ട് എനിക്ക് അവതാരിച്ച് തരാൻ ആവശ്യപ്പെട്ടതും അദ്ദേഹം സമ്മതിച്ചതും എന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിപ്പിച്ചിട്ടാണ് വിട്ടത്. അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഊണ് കഴിച്ച് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. മോര് കൂട്ടി കഴിക്കുമ്പോൾ ആ കാന്താരിയുടെ തുടയ്ക്കും, ആ കാന്താരി മുളക് എടുത്ത് ഉടയ്ക്കൂ, നല്ല ടേസ്റ്റാണ് എന്ന് പറഞ്ഞ പോലും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹം പിന്നീട് സിനിമയിൽ ഞങ്ങൾ വന്നു. സിനിമയിൽ ആക്ച്വലി എൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുക്കന്മാരുമായി മത്സരിക്കാനായിരുന്നു എൻ്റെ നിയോഗം. കാരണം P. ഭാസ്കരനും വയലാറും ONV യും എൻ്റെ ഗുരുക്കന്മാരാണ്. അവർക്കെതിരെ മത്സരിക്കാൻ എൻ്റെ നിയോഗം, അവരോടൊപ്പം നിന്നു. ഏതായാലും വയലാറിൻ്റെ പാട്ടുകളെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ അനവധി പാട്ടുകൾ പറയാം. 1000 പാദസരങ്ങൾക്ക് അല്ലെങ്കിൽ ആലുവപ്പുഴ പിന്നെയും ഒഴുകി, അത്ര മനോഹരമായ പാട്ട്. അതിൽ തുല്യമായിട്ടൊരു ദർബാരിക്കാരുടെ രാഗത്തിൽ ഒരു പാട്ട് വന്നിട്ടില്ല. അതിൽ കായമ്പൂ കണ്ണിൽ വിടരും കമലതുള്ളം കവിളിൽ വിടരുന്ന പാട്ട്, പെരിയാറെ പർവ്വതനിരയുടെ പനിനീര്, സന്യാസിനി ഇതിൽ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പമായി വന്നു, രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ, എങ്ങനെ എണ്ണിയാൽ തീരെ പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും, പ്രേമ പിശുകി ഇങ്ങനെ എത്ര പാട്ടുകൾ. തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനേ ഞാൻ ഈ ചിത്രത്തൂണിലെ പ്രതിമ പോലെ മാറിൽ ഒട്ടിപ്പിടിച്ചേനേ. എത്ര ലളിതമാണ്, എത്ര ദീപ്തമാണ്, എത്ര തീവ്രമാണ് അനുരാഗം. ഇനി മറ്റു പലരും ശ്രദ്ധിക്കാത്ത ഒരു പാട്ടുകൾ എനിക്കിഷ്ടപ്പെട്ട വയലാർ ഗാനങ്ങളുണ്ട്. അത് ഒരു പാട്ടാണ് വാണി ജയറാം പാടിയ സമ്മാനം എന്ന പടത്തിലൊരു പാട്ട്. അതൊരു സൂപ്പർ ഹിറ്റൊന്നുമല്ല. അതെ, കാറ്റു ചെന്നു കളേബരം തഴുകി കാർത്തിക പൂക്കളുറങ്ങി എൻ പാട്ടു ചെന്ന മനസ്സു തലോടി പ്രേമഗൗതമനുറങ്ങി. ഇതിനകത്ത് 2 വരികളുണ്ട്. നിശബ്ദത കൂടിയും നെടുവീർപ്പടക്കുമാ നിദ്ര തന്മൂന്യമാം നീലിമയിൽ. അതായത് നിശബ്ദത നെടുവീർപ്പടക്കുന്നു. എന്തൊരു പ്രയോഗം! ഇങ്ങനെയുള്ള ചില അപൂർവ പ്രയോഗങ്ങൾ. ആ നിശബ്ദത പോലും നിശബ്ദത നെടുവീർപ്പ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കാമുകൻ ഉണർന്നു പോകും, അതിന് അദ്ദേഹം ഉണരരുത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ കഥാപാത്രത്തെ അറിഞ്ഞ് സന്ദർഭമായി ലയിച്ച് ദീപ്തമായ കാവ്യഭംഗിയുള്ള പാട്ടുകൾ എഴുതാൻ വയലാറിനുള്ള പാടവം ഒരിക്കലും മറക്കാനാവില്ല. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നാലെ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ എനിക്ക് വളരെ പ്രചോദനം നൽകിയിട്ടുണ്ട്. അത് നമുക്കൊരിക്കലും P. ഭാസ്കരനോ വയലാറിനോ ഒപ്പം വരാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അവരുടെ വഴിയിലൂടെ നടന്നത്, അവരുടെ 2 പേരുടെയും പാട്ടുകൾ കേട്ടാണ് ഞാൻ വളർന്നത്. എനിക്ക് പാട്ട് എഴുതാനുള്ള പ്രചോദനം അവരായിരുന്നു. അപ്പോൾ ആ ഒരു കടപ്പാടും നന്ദിയും എന്നും ഉണ്ടാകും. വയലാറിൻ്റെ ഈ 50 വർഷം മരണ ദിവസം 50 വർഷം കഴിഞ്ഞ് നമ്മൾ
അത് ദുഃഖത്തോടെ നോക്കി കാണുക. അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. വയലാറിൻ്റെ മിക്കവാറും എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. അദ്ദേഹം മാറ്റിവെക്കാൻ കഴിയുന്ന വളരെ കുറച്ച് പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. അപ്പോൾ മിക്കവാറും എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്, ജനങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1000 പാദസങ്ങൾക്കിനി ആലുവപ്പുഴ പിന്നെയും ഒഴുകി, ഈ നിലാവും ഈ കുളിർകാറ്റും ഈ പളുങ്ക് കൽപ്പടവുകളും ഓടിയെത്തും ഓർമ്മകളിൽ ഓമരാളിൻ. എന്തു മനോഹരമായ വരികളാണ്. അപ്പോൾ അതെനിക്കിഷ്ടമാണ്. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു, എനിക്കിഷ്ടമാണ്. ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ ശില്പ തുറന്ന് ആ പുഷ്പവാതകം പുറത്തു വയ്ക്കും, നീ നഗ്നപാതയകത്ത് വരൂ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. അങ്ങനെ അനവധി പാട്ടുകൾ. ഇതിലൊരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു.